Work ethics. Work ethics can be defined as a set of standards of behavior or codes of conduct based on a set of values in the workplace. ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലിക്ക് അനുസരിച്ചിട്ട് അവർക്കൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കോഡ്സ് ഓഫ് കണ്ടക്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെയൊക്കെ പെരുമാറണം, അവിടെ ഇങ്ങനത്തെയൊക്കെ റൂൾസ് ഉണ്ടാവും എന്നുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കോഡ്സ് ഓഫ് കണ്ടക്ട് ഓരോരോ വാല്യൂവിനനുസരിച്ചിട്ട് അവിടെ എന്താണ് വർക്ക് എന്നുള്ളതിനനുസരിച്ചിട്ട് അവിടെ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ആണ് അല്ലെങ്കിൽ കോഡ്സ് ഓഫ് കണ്ടക്റ്റാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മെഡിക്കൽ എത്തിക്സ്, എൻജിനീയറിംഗ് എത്തിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഡോക്ടറിൻ്റെ എത്തിക്സിന് അനുകൂലമായിട്ടാണ് അദ്ദേഹം പെരുമാറേണ്ടത് എന്നുള്ളത്. എപ്പോഴും ഏത് സമയത്തും ഒരു മെഡിക്കൽ ഓഫീസർ റെസ്പോൺസിബിളാണ് അയാളുടെ പേഷ്യൻസിന് എന്തെങ്കിലും അസുഖം വന്നാൽ. ഏത് രാത്രിയാണെങ്കിലും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഏത് രാത്രിയാണെങ്കിലും ആ ഡോക്ടർ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. A strong set of work ethics promotes the well-being of employees, organizational effectiveness and advancement of society. ഇങ്ങനെയുള്ള സ്ട്രോങ് സെറ്റ് ഓഫ് വർക്ക് എത്തിക്സ് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിൻ്റെ വെൽബീയിങ്, പിന്നെയോ ആ ഓർഗനൈസേഷൻ്റെ തന്നെ എഫക്റ്റീവ്നെസ്സിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ സൊസൈറ്റിയിലുള്ള അഡ്വാൻസ്മെൻറ്റിനും ഈ വർക്ക് എത്തിക്സ് റെഗുലറായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ അതൊക്കെ ഇതിന് ഉപകാരപ്പെടുന്നുണ്ട്. ബേസിക് എലിമെൻറ്റ്സ് ഓഫ് എ വെൽ ഫോംഡ് കോഡ് ഓഫ് വർക്ക് എത്തിക്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ. എന്തൊക്കെയാണ് ബേസിക് എലിമെൻറ്റ്സ്? ഇൻറ്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി. ഇൻറ്റഗ്രിറ്റി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ഇൻറ്റഗ്രിറ്റി അറ്റ് വർക്ക് പ്ലേസ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് മോറലി അപ്രൈറ്റ്. ഒരു വർക്ക് പ്ലേസിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം സത്യസന്ധതയുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോറലി എത്രത്തോളം ജെന്യൂനാണ് ആൾ എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓൾവേസ് വില്ലിംഗ് ടു ഡു ദ റൈറ്റ് തിങ് ആൻഡ് അഡ്ഹെറിങ് ടു ദ കോഡ് ഓഫ് എത്തിക്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഫേം. കൃത്യമായി ഒരു വർക്ക് പ്ലേസിനെ എന്തൊക്കെയാണോ റൂൾസ് റെഗുലേഷൻസ് തന്നിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക, കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും എന്താണ് വർക്ക് എത്തിക്സിൻ്റെ ഒരു ബേസിക് കോഡാണ്. പ്രൊഫഷണലിസം. Competence, good judgment and polite behavior of a trained man who can deliver the best of him every time are together called professionalism. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്? Competence, good judgment and polite behavior of a trained man who can deliver the best of him every time. ഒരാൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പൊളൈറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ വ്യക്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ കമ്പീറ്റൻസ് പവർ, അയാളുടെ എന്താണ് വർക്കിനോടുള്ള വളരെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, ഇതൊക്കെ അയാൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഒരു വർക്ക് പ്ലേസിൽ ഡെലിവർ ചെയ്യുന്നതിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പ്രൊഫഷണലി ഹീസ് ഓൾമോസ്റ്റ് അപ്രൈറ്റ്. എ പ്രൊഫഷണൽ ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹീ ഈസ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. എപ്പോഴും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹി വിൽ ഹാവ് സുപ്പീരിയർ പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ്. എന്തൊക്കെയുണ്ടാവും? നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാവും, ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവും ഒരു പ്രൊഫഷണലിന്. സോ എപ്പോഴും എന്ത് ചെയ്യാൻ താല്പര്യപ്പെടണം? ഒരു ഗുഡ് പ്രൊഫഷണൽ ആവണം കേട്ടോ. ഇനി വർക്ക് എത്തിക്സിൽ നമ്മൾ റെസ്പെക്റ്റ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് നോക്കാം. റെസ്പെക്റ്റ് ഇസ് വാല്യൂയിങ് എ പേഴ്സൺ ഫോർ ഹിസ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. ഒരു വ്യക്തിയെ അയാളുടെ പ്രൊഫഷൻ ബാധകമായിട്ട് നമ്മളൊരാളെ വാല്യൂ ചെയ്യുന്നതിനാണ് വർക്ക് എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള റെസ്പെക്റ്റിൽ പറയുന്നത്. റെസ്പെക്റ്റ് ഷുഡ് ബി ഗിവൻ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദ ഗ്രൂപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ, ജെൻഡർ, എത്നിസിറ്റി, nationality, etc. Caring is showing genuine compassion and concern for others, helping them in need, being kind, considerate and grateful.
റെസ്പെക്ട് ഷുഡ് ബി ഗിവൻ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദ ഗ്രൂപ്പ്. ഒരു വ്യക്തിയെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ ഗാർബേജ്മാനെയും സുപ്പീരിയർ ഓഫീസേഴ്സിനെയും അവരോട് ഒരുപോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നൊരു കോട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ. അതിൻ്റെ അർത്ഥം എന്താണ്? കൺസിഡറിങ് ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദ സെയിം സെൻസ്, അതായത് ഒരേ സ്റ്റേറ്റസിലാണ് കാണുന്നത് എന്നുള്ളത്. വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഓരോരുത്തരെയും കാണുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയാണ് ഇവിടെ എന്താ പറയുന്നത്? റെസ്പെക്ട് ഷുഡ് ബി ഗിവൻ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദ ഗ്രൂപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ, ജെൻഡർ, എത്നിസിറ്റി, നാഷണാലിറ്റി എറ്റ്സെട്ര. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് വേണം നമ്മളൊരു വ്യക്തിയെ കാണാൻ. അതായത് എല്ലാവർക്കും തുല്യമായിട്ട് റെസ്പെക്റ്റ് നൽകണം. കെയറിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ജെന്യൂൻ കമ്പാഷൻ. നമ്മളൊരാളെ വളരെയധികം ശ്രദ്ധിക്കുക, ആ ആൾക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ട എല്ലാ കരുതലുകളും കൊടുക്കുക. അതിനെയാണ് കെയറിങ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഏതൊരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുമ്പോഴും വി ഷുഡ് ഹാവ് കോപ്പറേഷൻ. നമ്മൾ ഒരു ഗ്രൂപ്പുമായിട്ട് എപ്പോഴും എപ്പോഴും മിങ്കിളാവണം. അതിന് കോപ്പറേഷൻ നിർബന്ധമാണ്. സഹകരിക്കണം, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ വിലവെക്കണം. ഇറ്റ് ഈസ് നെസസറി ഫോർ എവ്രി വൺ ടു കോപ്പറേറ്റ് ടു മീറ്റ് ഡെഡ് ലൈൻസ്. ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ബീയിങ് കോപ്പറേറ്റീവ് ഇസ് വെരി ഹെൽപ്ഫുൾ. ഡെഡ് ലൈൻ എന്താണെന്നറിയില്ലേ? ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിശ്ചിത സമയം തന്നിട്ടുണ്ടാകും ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. അതാണ് ഡെഡ് ലൈൻ. സോ ഇങ്ങനെയുള്ള ഡെഡ് ലൈൻസൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് സഹകരിച്ചാൽ മാത്രമേ അത് പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ബീയിങ് കോപ്പറേറ്റീവ് ഇസ് വെരി ഹെൽപ്ഫുൾ. Next is fairness. The management should make sure that fairness is ensured. Justice should be there to treat everyone equally well. Rules should not be biased. എന്താണ്? മാനേജ്മെൻറ്റ് എപ്പോഴും എല്ലാവരോടും ഫെയർ ആയിട്ട് നിൽക്കണം. നീതി എപ്പോഴും എല്ലാവർക്കും തുല്യമായിരിക്കണം. റൂൾസ് എന്ന് പറയുന്നതും തുല്യമായിരിക്കണം. ബയസ് ഉണ്ടാവാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഇത്രത്തോളം കുഴപ്പമില്ല, എന്താ പറയുക, ആ റൂള് നമുക്ക് ഈ വ്യക്തി ഇത്ര ചെയ്യണ്ട, അങ്ങനെയൊന്നുമില്ല. എന്താ ഉള്ളത്? തീർച്ചയായിട്ടും റൂൾസൊക്കെ അൺബയസ്ഡ് ആയിരിക്കണം. ട്രസ്റ്റ്വർത്തിനെസ്. ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സംവൺസ് ആക്ഷൻ ക്യാൻ ബി റിലൈഡ് ഓൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് കൺട്രോൾ. ട്രസ്റ്റ്വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത അല്ലേ? അതായത് എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സംവൺസ് ആക്ഷൻ ക്യാൻ ബി റിലൈഡ് ഓൺ ദ ആബ്സെൻസ് ഓഫ് കൺട്രോൾ. ഒരാൾ കൺട്രോൾ ചെയ്യാനില്ല എന്നുള്ള സമയത്ത് പോലും സത്യസന്ധത നിലനിർത്തുന്നതിനെയാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ബോസ് ലീവായിരിക്കുന്ന സമയത്തും ബോസ് ഉള്ള സമയത്തും ഒരേ സമയത്ത് വരുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ഹീസ് എ ട്രസ്റ്റ് വർത്തി പേഴ്സൺ. അറ്റ് ദ സെയിം ടൈം ബോസ് ലീവായിരിക്കുന്ന സമയത്ത് ലേറ്റായി വരിക, ബോസ് ഉള്ള സമയത്ത് കറക്റ്റ് ടൈമിന് വരിക എന്നുള്ളത് ആബ്സെൻസ് ഓഫ് ട്രസ്റ്റ് വർത്തിനെസ് ആണ്.